ഞാനിവിടെ വീഡിയോ ചെയ്യാൻ പോകുന്നത് USB 3.0 പെൻ ഡ്രൈവ് വെച്ചിട്ടാണ്. ഞാനിതിന് മുമ്പത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നമ്മൾ IT അഡ്മിന്മാർ പെൻ ഡ്രൈവുകൾ ചൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, 3.0 ഉള്ള. ഞാൻ സാൻഡിസ്കിൻ്റെ പെൻ ഡ്രൈവ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ബൂട്ടബിൾ ആക്കുന്നതും അതേപോലെ തന്നെ നമ്മളിപ്പോൾ റീഡിങ് റൈറ്റിംഗ് ആണ്. ഇതിന് നല്ല ട്രാൻസ്ഫർ റേറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ്. ഇപ്പോൾ നമ്മൾ ഇതുമാതിരി ചുമപ്പും കറുപ്പൊക്കെ ഉള്ളൊരു മോഡലുണ്ട്, ഞാനത് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാട്ട് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് USB 2.0 ആണ്. 2.0 മോഡലുള്ളതാണ്. അത് നമ്മൾ പാട്ടോ അല്ലെങ്കിൽ സിനിമ ഈ മോഡൽ, ഇപ്പോൾ കാറിൽ DVD പ്ലെയറിലൊക്കെ പാട്ടൊക്കെ കോപ്പി ചെയ്ത് ജസ്റ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറഞ്ഞ മോഡലുകളായിരുന്നു. ചെറിയൊരു എമൗണ്ട് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, USB 3.0 കിട്ടും. IT അഡ്മിന്മാരൊക്കെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫയൽ കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എങ്ങനെ ഒരു പെൻ ഡ്രൈവിനെ റീഡ് ഒൺലി ആയിട്ട് സെറ്റ് ചെയ്യാൻ നോക്കാം. പൊതുവേ നമ്മൾ IT അഡ്മിന്മാർക്കൊക്കെ കിട്ടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പെൻ ഡ്രൈവിലോട്ട് ബൂട്ടബിൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറൊരു കമ്പ്യൂട്ടർ കൊണ്ട് കണക്ട് ചെയ്യും. അപ്പോൾ അതിൽ വൈറസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബൂട്ട് സെക്ടറൊക്കെ മിസ്സാകാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വൈറസ് ഉള്ള മെഷീനുകളിലൊക്കെ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെൻ ഡ്രൈവ് കൊണ്ട് കണക്ട് ചെയ്യണമെങ്കിൽ റീഡ് ഓൺലി ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ 32 GB പെൻ ഡ്രൈവാണ് നമുക്ക് ഇതിലുള്ളത്. കണ്ടോ, ഓൾറെഡി 23 GB ഫ്രീ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഫുള്ള് റീഡ് ഓൺലി ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെൻ ഡ്രൈവ് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു വിഷയം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കുക, ഫയൽസ് എന്ന് പറഞ്ഞത്. ഈ ഫയൽസിലാണ് നമുക്ക് വേണ്ട റീഡ് റൈറ്റ് ചെയ്യാനുള്ള ഫയൽസൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് ഇടുക. ബാക്കിയുള്ള സിസ്റ്റം ഫയൽസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റീഡ് ഓൺലി ആയിട്ട് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ചെയ്യാൻ NTFS ആയിരിക്കണം കേട്ടോ, ഫയൽ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഓൾറെഡി NTFS വെച്ചിട്ടാണ് 4 GB കൂടുതൽ സിംഗിൾ ഫയൽ വരുന്ന ഫയലുകളൊക്കെ കോപ്പി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, NTFS ആക്കണം. NTFSലാണ് നമ്മൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉള്ളത്. ദെൻ പെൻ ഡ്രൈവിൻ്റെ ജസ്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. ആ പെൻ ഡ്രൈവിൻ്റെ പ്രോപ്പർട്ടീസിൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ടാബിൽ എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്തിട്ട് എവരിവണ്ണെ എന്ത് ചെയ്യുക, റൈറ്റിംഗ് മാത്രം എന്ത് ചെയ്യുന്നു, ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നു, ഓക്കെ അടിക്കും. അപ്പോൾ നമ്മളോട് ഒരു വാർണിംഗ് വരുന്നുണ്ട്, NTFS പെർമിഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലുള്ള എല്ലാ ഫയലിൻ്റെ റൈറ്റിംഗ്, സിസ്റ്റം വോളിയം ഇൻഫർമേഷൻ നമുക്കൊന്നും ചെയ്യുമ്പോൾ സിസ്റ്റം ഫയൽസ് ആണ്, ബാക്കിയുള്ളതൊക്കെ എന്തായി റീഡ് ഓൺലി ആയിട്ട് വന്നു. അപ്പോൾ ഇനി എനിക്ക് ഇതിൽ കണ്ടോ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിന്യൂ അടിക്കുന്നു, കണ്ടോ, ട്രൈ അഗെയിൻ. അപ്പോൾ അതേമാതിരി തന്നെ നമുക്കിപ്പോൾ ഇതിലോട്ട് ഫയൽ കോപ്പി ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഈ ഫയൽസിൻ്റെ ഉള്ളിൽ നമുക്ക് ഫയലുകൾ കോപ്പി ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. അപ്പോൾ നമ്മൾ ഫയൽസിൻ്റെ മാത്രം പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് എടുത്തിട്ട് സെക്യൂരിറ്റിയിൽ എഡിറ്റ് ചെയ്യുക, അലോ ഫുൾ കൺട്രോൾ കൊടുക്കുക. അവിടെ നമ്മൾ കണ്ടോ ഈ ബ്ലോക്കിംഗ് ഇൻഹെറിറ്റൻസ് ആയിട്ടുണ്ട്, അത് നമ്മൾ അലോ ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ ഫോൾഡറിന് മാത്രം ഫുൾ പെർമിഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ട ഫയലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലോട്ട് കണ്ടോ കോപ്പി ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ വേറെ ഏത് കമ്പ്യൂട്ടർ കൊണ്ടുപോയി കണക്ട് ചെയ്താലും ഈ പെൻ ഡ്രൈവ് റീഡ് ഓൺലി ആയിട്ട് ആക്ട് ചെയ്യും. നമുക്ക് വേണ്ട ഫയലുകൾ എന്ത് ചെയ്യാം, ഈ ഫയൽസ് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കോപ്പി ചെയ്ത് യൂസ് ചെയ്യാം. ഇത് വളരെ നല്ലൊരു ഫീച്ചറാണ്. കാരണം നമ്മൾ സിസ്റ്റം അഡ്മിന്മാരൊക്കെ അല്ലെങ്കിൽ നമ്മൾ സർവീസിനൊക്കെ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ഒരു വൈറസ് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അവരുടെ ഫയൽ ബാക്കപ്പ് എടുക്കുകയും ചെയ്യേണ്ടി വരും. അത്തരം സിറ്റുവേഷനിലൊക്കെ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.